ജമ്മുവിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കോൽ കണ്ടോളി മാതാ മന്ദിറിലേക്ക് അല്ലെങ്കിൽ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജമ്മുവിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. ഇത് വൈഷ്ണവ ദേവി തീർത്ഥാടനത്തിന് വരുന്നവർ ആദ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നതെന്നാണ് നമ്മുടെ കണക്കാക്കുന്നത്. ആദ്യം ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ദേവി ഒരു കന്യാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കോൽ എന്നും മാതാവ് എന്നതിൻ്റെ മറ്റൊരു പേരല്ല കണ്ടോളി എന്നും റിലേറ്റഡ് ആയിട്ടുള്ള പേരാണ് വന്നത്. അത് കണ്ടോളി എന്ന് പറയുന്ന പേര് പശുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരാണ് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. നമ്മുടെ അമ്പലത്തിലുള്ള കാഴ്ചയാണിത്. ഈ അമ്പലത്തിൽ ആ നേരെ കാണുന്ന ഒരു വലിയ രൂപമുണ്ട് ദേവിയുടെ. ആ കാണുന്ന രൂപം അവിടെ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഊഞ്ഞാല് കെട്ട് പോലൊരു സംഭവമുണ്ട്. ഒരുപാട് പേരൊരു ക്ലോത്ത് പോലത്തെ ഒരു സംഭവം കൂടെ കൊണ്ട് കെട്ടുന്നുണ്ട്. നവരാത്രിയുടെ സമയത്തൊക്കെ കൂടെ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല വൈഷ്ണവ ദേവിയുടെ ടെമ്പിളിലേക്ക് പോകുന്നവരെല്ലാം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമുക്കൊരു കഴിക്കാൻ വേണ്ടി ഒരു പ്രസാദം കിട്ടി. ഊണിലൊരു ഇതൊക്കെ അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള കറികളൊക്കെ വെച്ചുള്ള ഇത് പിന്നൊരു സ്വീറ്റും ഉണ്ടായിരുന്നു. ഇതാണ് കോൽ കണ്ടോളി മാതാ മന്ദിറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ ജമ്മുവിൽ വരുന്ന ആളുകൾ, ടൂറിസ്റ്റുകൾ, അതുപോലെ തന്നെ തീർത്ഥാടകരും ഒക്കെ പോകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് കോൽ കണ്ടോളി ടെമ്പിൾ. എപ്പോഴെങ്കിലും നിങ്ങൾ ജമ്മുവിൽ വരികയാണെങ്കിൽ ഇവിടെ വന്ന് സന്ദർശിക്കുക. കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. कुंभ मेला माला हरिद्वार में वो है